ഹലോ, നമസ്കാരം. ഞാനേ ഇത് റസിൻ്റെ ഭർത്താവിൻ്റെ പഴയ വീടാണ്. നോക്കൊന്ന്, നല്ല സ്ഥലമാണ്. ചേട്ടൻ്റെ കുടുംബ വീട്. റബ്ബർ കാടും വീടുകൾ. ഞാനേ എൻ്റെ ഫോൺ മറന്നു വെച്ചു. എൻ്റെ ഫോണ് മറന്നു വെച്ചിട്ട് ഞാൻ എടുക്കാൻ വന്നതാണ്. എന്താണെന്നറിയില്ല. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഡള്ളാണ്, ഭയങ്കര വിഷമം മനസ്സിന്. അറിയില്ല, മകൻ്റെ ഓർമ്മകളാണ്. എതിയെ പോയാലും എവിടെയെങ്കിലുമൊക്കെ എൻ്റെ മകൻ നന്നായിരിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. എനിക്കിങ്ങനെ ഒരു സങ്കടം തന്നിട്ട് പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദൈവങ്ങൾ എൻ്റെ മകനെ ഇത്ര വേഗം അങ്ങോട്ട് വിളിച്ചത് സഹിക്കാൻ പറ്റണില്ല എനിക്ക്. ഒറ്റപ്പെടുമ്പോഴാണ് എനിക്ക് ഈ വിഷമങ്ങൾ ഇങ്ങനെ വരുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മകൾ വരുന്നത്. എന്തെങ്കിലും പഠന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും മരണം, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് അമ്മമാരിയിരിക്കുമ്പോൾ മക്കൾ പോകരുത്. ദൈവം അങ്ങനെ ഒരു ശിക്ഷ ഒരു അമ്മമാർക്കും കൊടുക്കരുത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മകൻ മരിച്ചു എന്നറിഞ്ഞ നിമിഷം ഞാൻ ദൈവത്തോട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, അമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ കൊണ്ടുപോകരുത്. ഒരിക്കലും അത് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. എൻ്റെ മകൻ മരിച്ചു, എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആ ഭ്രാന്ത് പിടിക്കുമ്പോൾ എൻ്റെ തലയ്ക്കകത്ത് എന്തോ വട്ടായി പോവോ. എനിക്ക് മെൻ്റലി അങ്ങനെ ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അറിയില്ല എനിക്ക്. വീഡിയോ ഇട്ടാലേ വല്ലതും കിട്ടുള്ളൂ. എനിക്കിപ്പോൾ 3 പേരക്കുട്ടികളുണ്ട്. അവരിനെയൊക്കെ എന്തെങ്കിലും ഒരു വഴിക്ക് ആക്കണം. വല്ല ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട്. 2 പെൺകുട്ടികളാണ്, ഒരു ആൺകുട്ടിയാണ് അവന്. അപ്പോൾ ആ കുട്ടികളിനെയൊക്കെ എന്തെങ്കിലും ഒന്നൊരു നിലയ്ക്ക് ആക്കണം. അവരിനെയൊക്കെ എൻ്റെ കയ്യിലാകണത് സഹായിക്കണം. അതിന് വേണ്ടിയാണ്. മനസ്സുകൊണ്ട് ഒരു 10 ദിവസം എന്നെ ആരും ഇരുത്തി നോക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിന്നിങ്ങനെ ഈ ഒറ്റപ്പെട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കോ വലിയ പിടിയില്ല. ഞാൻ മൊബൈൽ മറന്നു വെച്ചിട്ട് എടുക്കാൻ പോയതാണ്. അവിടം വരെ പോയിട്ട് വരുമ്പോഴേക്ക് ഓരോ ഏജ് ആകുമ്പോഴേ എത്ര തൻ്റെ ഇടത്തോടു കൂടി ഞാൻ നടന്നാണ് ആരെയും ഒരു ഇതില്ലാണ്ട് ജീവിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, സ്നേഹിക്കപ്പെടാനും നമ്മൾക്ക് സ്നേഹിക്കപ്പെടാനും ഒരു നല്ല സ്ത്രീയായാലും പുരുഷനായാലും ഒരു നല്ല ഒരാളാണ് വേണ്ടത്. എപ്പോഴും കുറ്റപ്പെടുത്തി കൊണ്ട് ജീവിക്കുന്ന, എനിക്ക് തലയിലെഴുത്ത് ദൈവം അങ്ങനെ ആയിരിക്കും എനിക്ക് വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കഴിഞ്ഞ ജന്മത്തിലെ കർമ്മമായിരിക്കാം ഞാൻ അനുഭവിക്കുന്നത്. എന്തായാലും അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ജോലിക്ക് വന്നാൽ നമ്മൾ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നിന്ന് തിങ്കളാഴ്ച ഇറങ്ങും. അത് കഴിഞ്ഞ് വേറെ ജോലിക്കാണ് പോണത്. അപ്പോൾ എല്ലാവരും നന്നായിരിക്കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബായ്.